ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഏതൊരു സ്ഥാപനത്തിലും നിങ്ങൾ ജോലിക്ക് ആദ്യം കയറിയാൽ നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമാണ് ഞാൻ. ഞാനാണ് HR. സോറി, HR, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ഇരു കരങ്ങളും നീട്ടി നിങ്ങളെ സ്വീകരിക്കുന്നു. നിറകണ്ണുകളോടെ, നിറപുഞ്ചിരിയോടെ, നിറഞ്ഞ മനസ്സോടെ ആശ്ലേഷിച്ച് നിങ്ങളെ സ്വീകരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഒരു മുജ്ജന്മ സുഹൃതമാണെന്നും നിങ്ങളുടെ ഈ പുണ്യപ്രവൃത്തി കാരണം നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നു. നിങ്ങൾ ചോദിച്ച സാലറി തരാതെ കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കമ്പനി കൂട്ടിത്തരും. മാം ഇവിടെ നിന്ന് എങ്ങും പോകണ്ട, മാമിന് ഇവിടം വിട്ട് പോകാനേ പറ്റില്ല, ഇവിടെ അത്ര രസമാണ്, ഞങ്ങളൊരു ഫാമിലി പോലെയാണെന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചോർത്തിപ്പിക്കും. ഈ ചോർച്ച എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, കൂടെയുള്ളവരെങ്ങനെ ഇരിക്കുന്നു, അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഇഷ്യൂ, എന്താണ് പല പല പ്രശ്നങ്ങളുടെയും കുറ്റൻസ്, സംഗതികളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് മുകളിലേക്ക് എത്തിക്കുന്നു. ഇനി ചില സമയത്ത് നിങ്ങളുടെ ബിഗ് സിസ്റ്റർ അല്ലെങ്കിൽ ബിഗ് ബ്രദറായിട്ട് അവരെ വന്ന് നിങ്ങളെ പിടിച്ചിരുത്തി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണ്ട, എനിക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനത് മേലാളന്മാർക്ക് വേണ്ട രീതിയിൽ എത്തിക്കാം എന്ന് പറഞ്ഞു ഉള്ളിൽ നിന്നെല്ലാം ചോർത്തിയെടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതിനിപ്പോൾ എന്താ, സ്വയം കുറേ വ്യാഖ്യാനിച്ച് വിശകലനം ചെയ്ത് അത് മുകളിലോട്ട് എത്തിക്കുന്നു. ഓക്കെ, പിന്നെ സ്വിച്ച് ഇട്ട പോലെ ഇമോഷൻസ് മാറും. ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ കൺഫ്യൂഷൻ, ചിലപ്പോൾ ഒരു അമ്നീഷ്യ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ കമ്പനി പോളിസിയിലുണ്ടോ? അയ്യോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാനൊന്ന് റെഫർ ചെയ്യട്ടെ. ഈ കമ്പനി പോളിസി എന്താണെന്ന് കമ്പനീൻ്റെ ഉടമസ്ഥർക്ക് തന്നെ അറിഞ്ഞൂടാ, പിന്നെയാണ് പാവ HR ആയി ഞാൻ. എംപ്ലോയീസ് പറയുന്നത് HR അറിഞ്ഞൂടാ, HR പറയുന്നത് തൊട്ട് മേലാളന്മാർ കേൾക്കില്ല. പാവം എന്നെ എന്തിനു നിങ്ങൾ കുറ്റപ്പെടുത്തണം? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ചോറ് തരുന്നത് എൻ്റെ മേലാളന്മാരല്ലേ, അവർ പറയുന്നതല്ലേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, എൻ്റെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ മുതലാളിമാരുടെ ഡിമാൻഡ്സ് അതും വേറെ. ഇതുകൂടാതെ എനിക്ക് കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ട്. ആകെ കിളി പോയ ഒരു സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ്ങും റിസോഴ്സസ് ഒന്നുമില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരയും, ചിലപ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും നിർഗുണ പരബ്രഹ്മം പോലെ, ഇങ്ങനെ. പിന്നെ അവസാനം മോളിൽ നിന്നൊരു ഉത്തരവ് വരുമ്പോൾ ഞാൻ നിങ്ങളങ്ങ് വിളിക്കും, എന്നിട്ട് പറയും, നോക്കൂ, നിങ്ങളായിരുന്നു ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി, നിങ്ങളുടെ വർക്കിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ സ്ഥാപനം വളരെ ഒരു മോശം സിറ്റുവേഷനിൽ കൂടിയാണ് റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മുതലാളിയുടെ ഏക്കർ കണക്കിനുള്ള ഏലത്തോട്ടത്തിൽ ഇപ്പോൾ വിളവൊന്നുമില്ല, റബ്ബർ പ്ലാന്റേഷനിലെ റബ്ബർ തൈകൾക്ക് ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുകയാണ്. പിന്നെ മുതലാളിമാരുടെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണ്ടേ. പിന്നെ കഴിഞ്ഞ മാസം മുതലാളി എടുത്ത 4ാമത്തെ ബെൻസും വർക്ക് ചെയ്യുന്നില്ല. പണക്കാരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ പാവങ്ങളല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കമ്പനിയുടെ ചെലവ് ചുരുക്കൽ ഭാഗമായിട്ട് അത്താഴപക്ഷണിക്കാരനായ നിങ്ങളുടെ കഞ്ഞി മുട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വിടുന്നു, ലേ ഓഫ്, ട്രിമ്മിങ് പ്രോസസ്സ്, ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സ്വമേധയാ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ഇനി നിങ്ങളിവിടെ നിന്ന് പറഞ്ഞു വിടുകയല്ല കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി എവിടെയോ ഉണ്ട്. നിങ്ങളെക്കാളും കുറച്ച് ശമ്പളം കൊടുത്ത് നിങ്ങളുടെ അത്രയും എക്സ്പീരിയൻസും ബുദ്ധിയും ബോധം ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാൻ നമ്മൾക്ക് കിട്ടിയത് കൊണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ നല്ലൊരു ഭാവി കണ്ടുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്, വി ലവ് യു, വി വർ സോ ഹാപ്പി ടു ഹാവ് യു, പ്ലീസ് ഡോണ്ട് കം ബാക്ക്. മറക്കണ്ട, ഞാൻ ഇന്നും നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും HR. ലവ് യു.